നിങ്ങൾ വള്ളസദ്യ കണ്ടിട്ടുണ്ടോ? ആറന്മുളയിലെ വള്ളസദ്യ 52 കരക്കാരും പള്ളിയോടങ്ങളും 72 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഏറ്റവും പ്രസിദ്ധമായ കേരളത്തിലെ ഒരു ആചാരമായ ആറന്മുള വള്ളസദ്യ പഞ്ചപാണ്ഡവന്മാരിലെ അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പിച്ചതാണ് ഈ ക്ഷേത്രം. വള്ളസദ്യ എന്ന് പറയുന്നത് ഒരു വഴിപാടാണ്. അന്നദാന പ്രഭുവായ ആറന്മുളേശ്വരൻ്റെ മുന്നിൽ ഭക്തർ സമർപ്പിക്കുന്ന ഏറ്റവും വലിയ വഴിപാട്. അത് തുടങ്ങുന്നത് ഈ വഴിപാട് നടത്തുന്നവർ നിറപറ സമർപ്പിക്കുന്നതോടെയാണ്. പുറകെ മേൽശാന്തി പൂജിച്ചു നൽകുന്ന മാലയും വെറ്റിലയും പുകയിലയും കൊണ്ട് അതത് കടവിലെത്തി പള്ളിയോടത്തിൽ യാത്രയാകും. ഈ പള്ളിയോടങ്ങൾ പമ്പാ നദിയിലൂടെ തുഴഞ്ഞ് ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലെത്തും. ഈ വള്ളത്തെ അഷ്ടമംഗല്യത്തോടെയും മുത്തുക്കുടയും വാദ്യമേളങ്ങളോടെയൊക്കെ കൂടെ സ്വീകരിച്ച് ക്ഷേത്ര പ്രദക്ഷിണം നടത്തി കൊടിമരച്ചോട്ടിൽ ആനയിച്ചു കൊണ്ടുവരും. പിന്നെ മുത്തുക്കുടയും ഒരു തുഴയും ഭഗവാന്റെ നടയിൽ സമർപ്പിക്കും. എന്നിട്ട് ഊട്ടുപുരയിലേക്ക് പോകും. സദ്യയുടെ തുടക്കം വള്ളപ്പാട്ടിലൂടെയാണ്. 60-ൽ പരം വിഭവങ്ങൾ ഒരുക്കിയിട്ടുള്ള അത്യുഗ്രമായ ഒരു സദ്യയാണിത്. വള്ളപ്പാട്ടിലൂടെയാണ് ഓരോ വിഭവവും ചോദിച്ച് വാങ്ങിക്കുന്നത്. അത് കേൾക്കാനും കാണാനും തന്നെ ഒരു പ്രത്യേക രസമാണ്. അതേ വള്ളത്തിൽ തന്നെ ഇവർ തിരിച്ചു മടങ്ങുന്നതോടെയാണ് വള്ളസദ്യ അവസാനിക്കുന്നത്. പറ്റുമെങ്കിൽ എപ്പോഴേലും നിങ്ങളും ഇതൊന്ന് അനുഭവിച്ചറിയണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. Viva!